നിന്റെ ഫ്രണ്ട് കാർത്തിക്കിന്റെ നമ്പർ കൊടുത്താ അവൻ ഡീറ്റെയിൽസ് പറയില്ലേ? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ചെയ്യാ? മനസ്സിലാക്കടാ. നീ ചെയ്തേ പറ്റൂ. എന്നാലും നമ്മൾ ചെയ്ത കൊലപാതകങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നമ്മൾ ചെയ്ത കൊലപാതകം ശരി, നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ആരോ ഒരാൾ ചെയ്ത കൊലപാതകം അല്ലേ? ശരി, നമ്പർ എടുത്തോ. മെസ്സേജ് അയക്കടാ. മീനയുടെ വീട്ടിൽ പോയോ? പോയടാ, പക്ഷെ അവിടെ ബിന്ദു നിർത്തിയുണ്ടായിരുന്നു. ബിന്ദു? ബിന്ദു കോശാണോ? ബിന്ദു മോഹിനിയാണോ? ചരക്കെങ്ങനെയാ? എത്ര റേറ്റ്? കാർത്തി, ലോങ് ടൈം നോ സീ. ഞാൻ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതാ, നീ തന്നെ വിളിച്ചു. സുഖമാണോ അളിയാ? എവിടെടാ രമേശ്? അടിച്ചു പൊളിക്കാനല്ലേ അളിയാ? പ്ലാൻ ഉണ്ട്. 2 ദിവസം വെള്ളം അടിക്കാം, പോണ്ടിച്ചേരിക്ക് പോവാം ആൻഡ് കം ബാക്ക് ഇൻ 2 days അളിയാ. ഉടനെ വന്ന് നിന്റെ പിക്കപ്പ് ചെയ്യാ. റെഡി ആയിരിക്കും, ഇതാ വരുന്നു. നമുക്ക് അടിച്ചു പൊളിക്കാം. ഇത് പറയുന്ന കേക്കടാ. പറയടാ, ഞാൻ കേട്ടോണ്ടല്ലേ ഇരിക്കുന്നേ. ഒരു മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്യണം മച്ചാനെ. അത് അവസാനമായിട്ട് എവിടുന്നാണ് സംസാരിച്ചെന്ന് കണ്ടുപിടിക്കണം. എടാ, ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യുന്ന സമയമില്ലടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഞാനിപ്പോ പാർട്ടി മൂഡിലാ. വിൽ ബി ദേർ അനദർ 2 hours പിക്കിംഗ് യു അപ്പ്. പ്ലീസ് ബി റെഡി ഡാ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് ഡീറ്റെയിൽ. എന്താടാ നിനക്ക് ഇത്ര ദേഷ്യം? ഇല്ല, കുറച്ച് അർജന്റാടാ. പ്ലീസ് നമ്പർ നോട്ട് ചെയ്യടാ. പറയടാ. 9786450052. വാതിലടക്കി. വല്ലവരുടെയും വീട്ടിൽ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അയ്യോ, മരണ വീട്ടിൽ ഇതൊന്നും നോക്കാൻ പാടില്ലടാ. എവിടെ സ്ഥലം കിട്ടിയാലും അവിടെ അങ്ങ് കേറി കൂടണം. അല്ലടാ, ഇതെന്താ? ഇതില് പകുതിയല്ലേ ഉള്ളൂ, ബാക്കി എവിടെ? എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ പാതി അടിച്ചിട്ട് ബാക്കി പിന്നെ അടിക്കാന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാ. അയ്യോ പാവം, സാധനം അടിച്ചടിച്ച് അങ്ങേര് അങ്ങ് പോയി. പക്ഷേ സാധനം എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. ഫിലോസഫി എന്ത് വേണേലും ആവട്ടെ. കൊള്ളാം. നീ പോയി സൈഡ് ഡിഷ് എടുത്തോണ്ട് വാടാ. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് വയ്യ. എടാ ഞരമ്പ, പുറത്തു വന്നിട്ട് നിനക്കുണ്ടടാ. ഒന്നു പോകടാ. എടാ തുറക്കടാ. എടാ ഒന്ന് തുറക്കടാ. മാമ, രാമ തുറക്കടാ. എന്താ മാമ, അടിച്ച് ഫിറ്റായി പോയോ? പുറത്തു കുറ്റിയിട്ട് അകത്ത് പോയിരിക്കുന്നു. വിവരമില്ലാതെ സംസാരിക്കുന്നോടാ. പുറത്തെ കുറ്റിയിട്ടിട്ട് ഞാൻ എങ്ങനെയാടാ അകത്ത് പോയിരിക്ക? അപ്പോ ആരാ കുറ്റിയിട്ടത്? അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നത്. എന്താടാ ഇത്? ഇവിടെ ഇരുന്ന സാധനമൊക്കെ എവിടെ പോയി? എന്താ മാമ, അകത്തൊന്ന് കുടിച്ചല്ലേ? എടാ, ഞാൻ അകത്തിരുന്ന സമയത്ത് നീ പുറത്തുനിന്ന് വന്ന് കുടിച്ചിട്ട് പോയി അല്ലേ? സത്യമായിട്ട് ഞാൻ കുടിച്ചില്ല മാമ. എന്നാ നീ ഊതി കാണിക്കേ. ഇതിലും ഭേദം നീ കുടിക്കുന്നതായിരുന്നു. അയ്യോ, സത്യമായിട്ടും ഇത് എന്റെ ബ്രാൻഡ് അല്ല മാമ. അച്ഛൻ ഈ സാധനം അടിച്ചിട്ടാണ് ചത്തുപോയെന്നുള്ള ദേഷ്യം കൊണ്ട് ദേവി ഈ ബോട്ടിൽ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു. ഞാൻ ഉത്തരവാദിത്വത്തോടെ അതിനെ കഴുകിയെടുത്തു വന്നത്. ചിലപ്പോ ഇത് കുടിച്ചായിരിക്കും അവൻ ചത്ത് കാണാ. മരുമോനെ, ഈ റൂമിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മരുമോനെ.